പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും അഭിഷിക്തന്മാരും കൂടപ്പിറപ്പുകളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് 10-ാം മാസം 10-ാം തീയതി ഒരു 10-ാം അധ്യായത്തിലുള്ള 10-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. 10-ാം മാസം ഒരു ദൈവ സ്നേഹത്തിന്റെ മാസമാണ്. ആമേൻ. 10-ാം മാസത്തിന്റെ 10-ാം തീയതിയാണ് ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാക്യവും. യോഹന്നാൻ 10:10 ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ ഇരുട്ടിന്റെ ആധിപത്യത്തെയും ഇന്ന് തച്ചുടച്ച് ദൈവസ്നേഹത്തിന്റെ മാസ്മരീയത വെളിപ്പെടുത്തുന്ന നല്ല ഇടയനായ ക്രിസ്തുവിന്റെ കരവലയത്തിനകത്ത് ഞാനും എൻ്റെ കുടുംബവും ആയിത്തീരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവസ്നേഹത്തിന്റെ അടുത്തൊരു ക്വാളിറ്റിയാണ് സമൃദ്ധി എന്ന് പറയുന്നത്. സ്തോത്രം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. പക്ഷെ ഞാൻ വരുന്നത് ജീവനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനും അത്രേ. എന്തുകൊണ്ട്? ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. നമ്മുടെ യേശു കർത്താവാണ് നല്ല ഇടയൻ. അവന്റെ ആടുകളാണ് നമ്മൾ ഓരോരുത്തരും. അവൻ നല്ല ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നുണ്ട്. ഒരു ഇടയന്റെ പരിപാലനം തന്റെ ആടുകൾക്ക് ലഭിക്കുമ്പോൾ ആ ആട് എപ്പോഴും ഇടയന് വിധേയപ്പെട്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാട്ടിലൊക്കെ ആട്ടിടയന്മാരെ അവരെപ്പോഴും ആടുകളെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യും. കാരണം ആടങ്ങനെ അക്രമകാരിയല്ല. ആടെപ്പോഴും ഇടയന്റെ കീഴിൽ നിന്ന് അവൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു മൃഗമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇതാ നമ്മളെ ദൈവം ആടുകളായും തന്റെ പുത്രനായ യേശു കർത്താവിനെ ഇടയനുമാക്കി ദൈവം മാറ്റിയിരിക്കുക. ഇവിടെ ഇതാ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും നമ്മുടെ ജീവിതത്തിൽ കള്ളൻ കടന്നു വരുന്നത് അല്ലാതെ നമുക്ക് സമൃദ്ധി തരാനല്ല. ഇവിടെ ഇതാ നമ്മുടെ സമൃദ്ധിയും നമ്മുടെ അനുഗ്രഹവും നമ്മുടെ സമാധാനവും എല്ലാം എടുത്തു കളയാൻ പിശാച് കൈവയ്ക്കുമ്പോൾ അതിനെ എടുത്തു മാറ്റിയിട്ട് നമ്മുടെ യേശു കർത്താവ് നമുക്ക് ദൈവിക സമാധാനവും സന്തോഷവും ദൈവത്തിന്റെ സമൃദ്ധിയും കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ അകത്ത് ദൈവസ്നേഹം വെളിപ്പെടണം. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ ദൈവസ്നേഹത്തില് ദൈവമേ എന്നെ നീ ഒന്ന് കാക്കണമേ, എന്റെ ഹല്ലേലൂയ ഈ കൈപ്പേരെ ഹൃദയത്തെ എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ. എന്റെ എല്ലാ ദുഷ്ട ചിന്താഗതികളെ എടുത്തു മാറ്റണമേ. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണമേ. ആ ദാവീദ് പറഞ്ഞതുപോലെ എന്റെ ഹൃദയത്തെ ഒന്ന് മാറ്റി എന്നെ ഒന്ന് ശോധന ചെയ്ത് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്റെ പാപങ്ങളെ നീ അങ്ങ് മറയ്ക്കണമേ എന്ന് ദാവീദ് തന്റെ ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയിട്ട് ആ ദാവീദിനെ നോക്കിയ ദൈവം പറഞ്ഞത് ഇവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുവാനിടയായി തീർന്നു. കാരണം എന്തൊക്കെ പ്രതികൂലങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടും അവൻ ദൈവത്തിന്റെ സ്നേഹത്തിനും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അവൻ ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞില്ല. ഓരോ പാപത്തിലും അവൻ ചെന്ന് വീഴുമ്പോഴും ദൈവഭയത്തോടു കൂടി അവൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ ദൈവമേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞാൻ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആർക്കെങ്കിലും വിദ്വേഷപരമായി ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ മറയ്ക്കണമേ. ഞാൻ നിന്റെ മുമ്പിലേക്ക് വരികയാണ്. യേശുവേ നീ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും എന്റെ ജീവിതത്തെയും എന്റെ സൊസൈറ്റിക്കകത്ത് എന്റെ സഭയെയും സഭയുടെ വിശ്വാസികളെയും എന്റെ എല്ലാ മേഖലകളെയും അങ്ങ് അനുഗ്രഹിച്ച് സമൃദ്ധിയോടെ നിറയ്ക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങളായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭ അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവസ്നേഹത്തിന്റെ ഒരു കണക്ഷൻ ഹല്ലേലൂയ ഒരു നൂലിൽ കൊരുത്ത മുത്തുകളെ പോലെ നമ്മൾ ആയിത്തീരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി
വെളിപ്പെടും. അതിനായിട്ട് ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു ട്രെയിനെ കണ്ടിട്ടുണ്ടോ? ആമേൻ. എഞ്ചിനോട് ചേർത്ത് പല ബോഗികളെ ആമേൻ കൂട്ടിമുട്ടിച്ച ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് അത് യാത്ര പുറപ്പെടുന്നത്. ഇതുപോലെ നമ്മൾ ക്രിസ്തുവിന്റെ കണ്ണികളാണ്. ആ ഓരോ കണ്ണികളും ആമേൻ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളായി മാറുന്നവരാണ്. അതുകൊണ്ട് മറന്നു പോകരുത്, നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ, ആർക്കും ഒരു ഉപദ്രവകാരിയായി മാറാതെ, ദൈവസ്നേഹത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നവരായി തീർന്നാൽ നമ്മളെ ഒരിക്കലും ഒരു പിശാചിനും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിനും ദൈവവചനത്തിനും ആശ്രയം വെച്ച് ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില ദൈവിക അത്ഭുതങ്ങൾ കാണുന്ന ദിവസങ്ങളും മാസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളുമായി മാറുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരരെ, കൈകൂപ്പി പറയാം, എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും കരുതുകയും ചെയ്യുവാൻ ദൈവം നമ്മളെ ഈ ദിവസം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ഗോഡ് ബി വിത്ത് യു. ദൈവത്തിന്റെ സമൃദ്ധി നിങ്ങളിൽ ഉണ്ടാകട്ടെ.